തോക്ക് കിളിവെള്ളം തോക്ക് കിളിവെള്ളം തോക്ക് കിളിവെള്ളം തോക്ക് കിളിവെള്ളം ആഹാ മതി മതി. ഇനി ബാക്കിയൊക്കെ നാളെ കളിക്കാം. നാളെ രാവിലെ നേരത്തെ എഴുന്നേക്കേണ്ടതാ. അതുകൊണ്ട് രണ്ടുപേരും കിടന്നുറങ്ങിക്കേ. നാളെ നമ്മൾ എവിടെയാ പോകുന്ന ശാരദാമ്മേ? ഒരു ക്ഷേത്രത്തില്. അവിടെ ഒരു പൂജയുണ്ട് മോളെ. പൂജ ഞങ്ങൾക്ക് വേണ്ടിയാണ് നടത്തുന്നത്? അല്ല, പിന്നെ ആർക്ക് വേണ്ടിയാ? എനിക്കറിയാം, അച്ഛന് വേണ്ടിയല്ലേ. എന്താ ശാരദാമ്മ അച്ഛൻ വരാത്തെ? ഞങ്ങൾ അച്ഛന് വേണ്ടേ? ഞങ്ങളെ അച്ഛന് കാണണമെന്നില്ലേ? ഈ പൂജ കഴിയുമ്പോ അച്ഛൻ വരും മക്കളെ. ഉറപ്പാണോ? ഉറപ്പ്. ആ, മക്കളിപ്പോ സുഖമായിട്ട് കിടന്നുറങ്ങിക്കേ. നാളെ പോണ്ടേ? കിടന്നേ കിടന്നേ കിടന്നേ. അതെ, രാവിലെ നേരത്തെ വിളിക്കുവേ. രണ്ടുപേരും മടി കൂടാതെ എഴുന്നേക്കണം. അതൊക്കെ ഞങ്ങൾ എഴുന്നേറ്റോളാം. ഉറങ്ങിക്കോ. ഇപ്പോഴത്തെ ഈ മാറിയ സാഹചര്യത്തിൽ ആരൊക്കെ എത്ര കാലം ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഉള്ളിടത്തോളം കാലം എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ കഴിയണമെന്ന് എൻ്റെ ആഗ്രഹം. ജീവിതം ആയുസൊക്കെ ഒരുപാട് ചെറുതായിക്കൊണ്ടിരിക്കുക. ഇന്ന് കാണുന്നവരെ നാളെ കാണാൻ പറ്റില്ല. അതാ അപ്പോഴത്തെ അവസ്ഥ. മക്കൾ ഉറങ്ങിയോ അമ്മേ? നാളെയാ കഴിമ്പ്രത്തക്കാവെ പോവേണ്ടത്. വിഷ്ണുവേട്ടൻ എന്റെ ഒപ്പം ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് തിരിച്ചു വരുമെന്ന് വിശ്വാസമായി നിൽക്കുന്ന എനിക്ക് എങ്ങനെയാ അമ്മ ആ ചടങ്ങിന് പങ്കെടുക്കാൻ പറ്റുക? സത്യം അറിഞ്ഞ കുട്ടികളുടെ മനസ്സിലും അതൊരു വല്ലാത്ത മുറിവായിട്ട് മാറും. പിന്നെ മറ്റൊന്നു കൂടിയുണ്ട്. സത്യമ്മ പറഞ്ഞത് ശിവനെയും കൂട്ടി പോവാനാ. ശിവനെ പറഞ്ഞ് ഏർപ്പാടാക്കുകയും ചെയ്തു.